പലരും ലൈക്ക് 9 to 3 ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ജോബ് ചെയ്യുന്നത് കൊണ്ട് 9 to 5 ജോബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കുറച്ച് കൺസേൺസ് ഒക്കെ എപ്പോഴും പറയാറുണ്ട്. ബട്ട് എന്നാൽ നമുക്ക് രാത്രി 11 മണി വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഹെയോ, ദിസ് ഈസ് മീ ആർ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. മജോറിറ്റി ആൾക്കാർക്കും അറിയുകയില്ല, അതായത് ലെറ്റ്സ് സേ രാത്രി ഒരു 11 മണി വരെ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. പലരും ലൈക്ക് 9 to 3 ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ജോബ് ചെയ്യുന്നത് കൊണ്ട് 9 to 5 ജോബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കുറച്ച് കൺസേൺസ് ഒക്കെ എപ്പോഴും പറയാറുണ്ട്. ബട്ട് എന്നാൽ നമുക്ക് രാത്രി 11 മണി വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ഒരു ട്രേഡ് എടുത്ത് കാണിക്കാം എന്ന രീതിയിലാണ് ഇപ്പൊ കറന്റ് നമ്മൾ നിൽക്കുന്നത്. സോ ജസ്റ്റ് അതിലോട്ട് നേരെ ഒന്ന് ജമ്പ് ചെയ്യാം. അത്യാവശ്യം ഒരു പൊസിഷൻ അവിടെ വന്നു, ആ ഒരു ടൈമിലത്തേക്ക് ഞാൻ നേരെ എടുത്താണ്. ഓക്കെ ഫൈൻ, എന്നാ ഈ ഒരു പൊസിഷൻ നമ്മൾ എടുത്ത് തന്നെ നമുക്കൊന്ന് കാണിച്ചാലോ എന്ന് ഞാൻ വെച്ചേക്കുന്നത്. സോ ജസ്റ്റ് ലൈക്ക് വേറെ ഒന്നുമില്ല, കമ്മ്യൂണിറ്റിയിലായിരിക്കും നമ്മൾ ഇത് കൂടുതൽ ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി മാർക്കറ്റിലായിരിക്കും നമുക്ക് ഇതിനകത്ത് രാത്രി 11 മണി വരെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് കമ്മ്യൂണിറ്റി മാർക്കറ്റിലായിരിക്കും. ഫൈൻ. സോ ഇവിടെ കമ്മ്യൂണിറ്റി മാർക്കറ്റിലായിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത് ലെറ്റ്സ് സേ here natural gas 150 PE ഏപ്രിൽ ആണ് നമ്മൾ ആഡ് ഓൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതും നമ്മൾ ബൈ ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 2 ലോട്ട് നമ്മൾ ഇവിടെ ബൈ ചെയ്യാനായിട്ട് കറന്റ് പോവുകയാണ്. എന്തുകൊണ്ട് ഇത് ബൈ ചെയ്തു? സിയോ ഡൺ, നേരെ ബൈ ചെയ്തു നമ്മൾ, റൈറ്റ്? നേരെ ഓടിച്ചാടി നമ്മൾ ലൈവിൽ ഇപ്പൊ ബൈ ചെയ്തേക്കുകയാണ്. സിമ്പിൾ ആണ്. എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫൈൻ. സി ജസ്റ്റ് ലൈക്ക് $250 നമുക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. നോ ഇഷ്യൂസ്. വൈ നാച്ചുറൽ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ട്രെൻഡ് നമുക്ക് അത്യാവശ്യം ബുള്ളിഷ് തന്നെയാണ്. ബട്ട് എന്നാൽ ചെറിയൊരു റീട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അത് അത്യാവശ്യം ബ്രേക്ക് ഔട്ട് തരാം, അല്ലെങ്കിൽ അതൊരു ലൈക്ക് തിരിച്ചത് മുകളിലേക്ക് പുഷ് വരാം. ബട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, നമ്മളെ രക്ഷിക്കാനായിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ. സോ ഇൻ ദാറ്റ് കേസ് ഹിയർ നമുക്ക് ഇതിനെ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയും ഹിയർ ഈ ഒരു റേഞ്ചിൽ ഇതിനെ ഞാനൊരു ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയും ഈ ക്യാൻഡലിനെ വെപ്പൺ ക്യാൻഡലായിട്ട് എടുക്കുകയും ഇവിടുന്ന് എൻട്രി എടുക്കുകയും സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ട് കീപ്പ് ചെയ്യുകയും കൂടെയാണ് ചെയ്യുന്നത്. ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് സിയോ ഇവിടെ കീപ്പ് ചെയ്യാം. ഈ ഒരു റേഞ്ചിലത്തേക്ക് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് പറ്റും. ആൻഡ് ഫൈനൽ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് പറ്റുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ലെവൽസ് ആയിട്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ്. പെട്ടെന്ന് എടുത്തൊരു ട്രേഡ് ആണ് നമ്മൾ ഇവിടെ വന്നിട്ട്. ബട്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ ആയിരിക്കും വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വരുന്നു. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 1:2.8 ഉണ്ട്. ആൻഡ് ഫൈനൽ ടാർഗറ്റ് 1:3.58 നമുക്ക് കറന്റ് ഇവിടെ ഉണ്ട്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം എത്രത്തോളം കിട്ടും. പലർക്കും ഉള്ള ഒരു കൺസേൺ ആണ് 9 to 5 ഞാൻ ജോബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. കൺസേൺ മാത്രമല്ല, ഒരു എക്സ്ക്യൂസ് കൂടെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. രാത്രി നമുക്ക് ഒരു 10-11 മണി വരെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എല്ലാവരും അറിയുക. ഫസ്റ്റ് വൺ. സെക്കൻഡ്ലി, നമുക്ക് ഹ്യൂജ് ക്യാപിറ്റൽ ഒന്നും തന്നെ വേണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, 2 ലോട്ട് എടുത്ത് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 15,000 ബിലോയെ നമുക്ക് ആയിട്ടുള്ളൂ. 2 ലോട്ട് എടുത്തിട്ട്. ഒരു ലോട്ടിന് അതുപോലും വരികയില്ല. ഹ്യൂജ് ക്യാപിറ്റൽ വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയും ആവശ്യമില്ല. അതും നമ്മുടെ തെറ്റായിട്ടുള്ള ഒരു അറിവായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് വെയിറ്റ്, ലെറ്റ് മീ ഷോ യു ദാറ്റ്. സിയോ, ഇതാണ് നമ്മളിപ്പം ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഹിയർ വി ഗോ. നമുക്ക് ഇപ്പൊ ന്യൂട്രൽ ആണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലോട്ട് നമുക്കിത് ബൈ ചെയ്യാനായിട്ട് ആകെ 6,937 രൂപ മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നത്. വെറും 6,937 രൂപ മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത്. നമുക്ക് രാവിലെ 9 to 3:30 നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലായിരിക്കും നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് കമ്മ്യൂണിറ്റീസിലാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ദെൻ ഇതിനും നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന പോലെ ഇതിന് ഇന്റേതായിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷൻ ഉണ്ട്. ഇതിന് ഇന്റേതായിട്ടുള്ള എല്ലാം തന്നെ ഓപ്ഷൻസ് ഉള്ള എല്ലാം തന്നെ ഇതിനെ ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ എൻട്രി എടുക്കുന്നതെല്ലാം നമ്മൾ പ്രൈസ് ആക്ഷനും അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇവിടെ ഫൈനൽ എൻട്രി കാര്യമെല്ലാം എടുക്കുന്നത്. റൈറ്റ്? ഗുഡ്. യെസ്. സോ ഈ രീതിയിൽ നമുക്കിത് വെയിറ്റ് ചെയ്തിരിക്കാം. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 മണി 7:45 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം പുഷ് തരുമായിരിക്കും എന്നുള്ളത്. ആൻഡ് സീ ഹിയർ നമുക്കിതിന്റെ ഓപ്ഷൻ ചാർട്ട് ഇവിടെ അവൈലബിൾ ആണ്.
ഓപ്ഷൻ ചാർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. 3.18 എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് 3 കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. ബട്ട് നോ ഇഷ്യൂസ്, ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് അത്യാവശ്യം ഒരു 9 സംതിങ് വരെ നമുക്കത് പുഷ് തരുമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. alright, നമുക്കത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. യെസ്, ഓൾമോസ്റ്റ് നമ്മുടെ 3.5 റേഞ്ചിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും SL. നോക്കാം, അത്യാവശ്യം ഏത് രീതി റീട്രേസ് ചെയ്യുമായിരിക്കും നോക്കാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ആക്ച്വലി ഞാൻ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഞാൻ ഷൂട്ട് ചെയ്യാനിരുന്നത് അപ്പോഴത്തേക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കണ്ടത്. ഞാൻ നോക്കി, റാൻഡമായിട്ട് നോക്കി, ഇപ്പൊ ഗോൾഡിലോ എവിടെയെങ്കിലും നമുക്കുണ്ടോ നോക്കി, ബട്ട് അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു പൊസിഷൻ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഗോൾഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒരു സൈഡ് വേസ് ആയിട്ട് കറന്റ് അത് നിൽക്കുകയാണ്. സോ നമ്മൾ ഇന്ന് നാച്ചുറൽ ഗ്യാസ് ലൈവ് ആയിട്ട് ട്രേഡ് ചെയ്യുകയാണ്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് എത്രത്തോളം റിസൾട്ട് തരുമെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ലെറ്റ്സ് വെയിറ്റ്. ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. യെസ്, അപ്പൊ നമ്മള് തിരിച്ച് വന്നിരിക്കുകയാണ്. എന്തായെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഇപ്പം ഒരു 8:45 ആയിട്ടുണ്ട്. നമുക്ക് അത് എത്രത്തോളം പുഷ് ചെയ്യുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Where is it? Where is it? Where is it? Yes, here we go. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ലൈവ് പോയായിരുന്നു ഇൻസ്റ്റയില്. ആൻഡ് കുറെ അധികം റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗുഡ്, സി ഇത് ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഓൾമോസ്റ്റ് 2250 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് നിൽക്കുന്നുണ്ട്. 16.22% ചേഞ്ച്. ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ? സി നമ്മൾ 1 അവറിലായിരുന്നു ചാർട്ട് നോക്കിയത്. ആൻഡ് ഇതാണ് നമ്മളുടെ ഐറ്റം ഷോർട്ട് ആയിട്ടുള്ള വ്യൂ വരാൻ പോകുന്നത്. ആൻഡ് കറന്റ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്നതാണ്. പ്രശ്നമുള്ളതൊന്നും അല്ല. 1 അവറിന്റെ ബേസിസിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. സോ നോ ഇഷ്യൂസ്. ഇത് റാലി ചെയ്യുമ്പോഴത്തേക്ക് അതൊരു 8-9 വരെയൊക്കെ ഒരു പുഷ് തരാൻ ചാൻസ് ഉണ്ട്. ഗുഡ് അല്ലേ? 9 വരെയൊക്കെ തരുമ്പോഴത്തേക്ക് ROI എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 90% പ്ലസ് ആകും. ഫൈൻ. ROI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 90% പ്ലസ് ആകുന്നതായിരിക്കും. ദെൻ അപ്പൊ നമുക്ക് എന്തായാലും ഇച്ചിരി നേരം കൂടെ നോക്കാം. മാർക്കറ്റ് ക്ലോസ് ആകുന്നിടം വരെ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താവുന്നുള്ളത്. പിന്നീട് വേണോ വേണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. കാരണം ഞാനൊന്ന് വിചാരിച്ചത് ഞാനെപ്പോഴും പൊസിഷനിൽ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതാണ് പിന്നെ എനിക്ക് ആ ഒരു ക്രേവിങ് ഇപ്പോഴും നിൽക്കുന്നത്. സോ എനിവേ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. നോക്കാം, ടൈം ആകട്ടെ, മാർക്കറ്റ് കഴിയട്ടെ, ക്ലോസ് ആകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. ഇടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് ലൈവ് നമുക്ക് വീഡിയോ നമുക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കാം. റൈറ്റ്. സോ ഇപ്പൊ ഓൾമോസ്റ്റ് 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റ് പിന്നെ ചെറിയൊരു ഫോള് കാണിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഹിയർ സി, അതായത് നാച്ചുറൽ ഗ്യാസ് ഹിയർ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മളുടെ പ്രോഫിറ്റ്സ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു 3250 ബാഗ്സിൽ. അതും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലാണ്, വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലാണ് നമുക്കത് നടന്നിട്ടുള്ളത്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് എത്രയാണ്? 5.5. ലോഡ് സൈസ് വാസ് 2 അല്ലെ? 13,750 രൂപ വെച്ചിട്ട് ഓൾമോസ്റ്റ് നമ്മൾ അതിൽ നിന്നൊരു 10% നമ്മൾ ഗെയിൻ ചെയ്തോണ്ട്. ഇപ്പൊ 10% അടുത്തെത്താറായി. 3500, റൈറ്റ്? 10% കഴിഞ്ഞു. സോറി, 10% അല്ല, 20% എബോ നമ്മൾ ഗെയിൻ ചെയ്തു. ഇപ്പൊ 20% എബോ നമ്മൾ ഗെയിൻ ചെയ്ത് നിൽക്കുവാണ് കറന്റ്ലി. ആൻഡ് ദാറ്റ്സ് ഗുഡ് അല്ലേ? 20% എബോ നമ്മൾ ഗെയിൻ ചെയ്ത് ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാലിയിൽ നമ്മൾ ക്യാച്ച് ചെയ്ത് നിൽക്കുകയാണ്. നാച്ചുറൽ ഗ്യാസ് പിന്നെ ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നു. സമയമുണ്ട് നമുക്ക്. എന്തായാലും ആകട്ടെ. ഇനിയിപ്പോ നമുക്ക് ഇടയ്ക്ക് ചൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്യാൻ നമുക്ക് അവിടുന്ന് വേണേൽ ഇറങ്ങാം. അല്ലാത്ത പക്ഷം വേണേൽ വെയിറ്റ് ചെയ്ത് താഴത്തേക്ക് നമുക്ക് നിൽക്കാവുന്നതുമാണ്. സോ വെയിറ്റ് ചെയ്യാം. നമുക്കപ്പം ഇച്ചൂടെ കഴിഞ്ഞിട്ടൊന്ന് റീചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മളുടെ ട്രേഡ് ഓൾമോസ്റ്റ് 5.5 വാങ്ങിച്ച 7.8, ഓൾമോസ്റ്റ് 5600 പ്ലസ് നമ്മൾ പ്രോഫിറ്റിൽ കറന്റ്ലി നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പം 11:20 ആയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാനാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ബട്ട് എന്നാ നമ്മളൊരു ലൈക്ക് ഇൻട്രാഡയിലൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നൂടെ കാണിച്ചാണ്. എല്ലാവരും ഇൻട്രാഡേ ചെയ്യാനായിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഇവിടെ രാത്രി 11:30 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. സിഹിയർ ഓൾമോസ്റ്റ് 11:18 ആയിട്ടുണ്ട്. ഈ ഒരു ടൈം വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നമ്മുടെ പൊസിഷൻ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറൈറ്റ്, സോറി. സോ നമുക്കത് ഇപ്പൊ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വെയിറ്റ്.
സോ നമ്മൾ നമ്മളിത് എക്സിറ്റ് ചെയ്യുകയാണ്. ലിമിറ്റ് ഓർഡർ വെച്ച് നമുക്കിത് എക്സിറ്റ് ചെയ്യാനാണ്. 7.75 നമ്മൾ ഇത് ഷെയർ ഇത് മീൻ എക്സിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ്. അതിപ്പം എന്തായാലും എക്സിറ്റ് ആകുമായിരിക്കും. സോ ഹിയർ വി ഗോ. റൈറ്റ്, നമുക്ക് ഇൻട്രാഡേ പൊസിഷൻ ഇതെല്ലാം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി മാർക്കറ്റ് ചെയ്യാം. നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഗോൾഡ്, സിൽവർ, ഇതിലെല്ലാത്തിലും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് പൊസിഷൻ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇത് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ ക്യാപിറ്റൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്തത് അറൌണ്ട് 13,000 ഓൾമോസ്റ്റ് യൂസ് ചെയ്തുള്ളൂ. ബട്ട് കിട്ടിയ പ്രോഫിറ്റോ അറൌണ്ട് 5,500 പ്ലസ്. നമുക്ക് നല്ലൊരു ലൈക്ക് 30%, 20-30% ആണ് നമുക്ക് പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 9 to 5 ജോബ് ചെയ്യുന്നുണ്ട്, കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, ഇല്ല വേറെ എന്തോ വർക്ക് ഉണ്ട്, ഇതെല്ലാം കാരണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഇല്ല ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വ്യൂ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് തെറ്റാണ്. നമുക്ക് ഇനി എല്ലാ ദിവസവും രാത്രി 11 മണി വരെ മാർക്കറ്റുള്ള മൺഡേ ടു ഫ്രൈഡേ നമുക്ക് മാർക്കറ്റുള്ള ദിവസങ്ങളെല്ലാം തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരുന്നോ? അതായത് രാത്രി 11 മണി വരെ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് പ്ലീസ്. അത് മാത്രമല്ല എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എന്നും കൂടെ നിങ്ങൾ പറയുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഫോളോ ഫോർ മോർ വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കുറെ അധികം റീൽസും കുറെ അധികം കണ്ടന്റ് റീൽസും കാര്യമെല്ലാം നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ഓൾ.